എന്ത് വള്ളിയത്? എവിടെ വെച്ചായിരുന്നു? 2 മാസം മുൻപ് പുലി ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി വീട്ടമ്മ പേവിഷബാധയേറ്റ് മരിച്ചു. ആര്യങ്കാവ് അച്ചൻകോവിൽ കരയാളർമെത്ത് ഗിരിജൻ നഗറിൽ 54-കാരിയായ കുഞ്ഞമ്മയാണ് മരിച്ചത്. പുലിയുടെ ആക്രമണത്തിൽ നിസാര പരിക്കേറ്റ വീട്ടമ്മ 2 മാസം കഴിഞ്ഞ് ഈ മാസം 1-നാണ് പെരളൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. പനിയും വിറയലും അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത്. ആന്റി റാബീസ് വാക്സിൻ എടുക്കാത്തതിനെ തുടർന്ന് ഇവർക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടാകാമെന്ന് ആശുപത്രി അധികൃതർക്ക് സംശയമുയർന്നിരുന്നു. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാതെ വീട്ടമ്മ ഓട്ടോറിക്ഷയിൽ ആര്യങ്കാവിലെ വീട്ടിലേക്ക് മടങ്ങി. താലൂക്ക് ആശുപത്രി അധികൃതർ വിവരം പോലീസിന് കൈമാറിയതിനെ തുടർന്ന് തെന്മല പോലീസ് ഇവരുടെ ഓട്ടോറിക്ഷ വഴിയിൽ തടഞ്ഞ് ആംബുലൻസിൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിൽ തുടരവെ ശനിയാഴ്ച വൈകിട്ടാണ് മരിച്ചത്. 2 മാസം മുൻപാണ് കുഞ്ഞമ്മയ്ക്ക് പുലി ആക്രമണത്തിൽ നിസ്സാര മുറിവേറ്റത്. ആര്യങ്കാവ് കുളിർക്കാട്ടിൽ കോലിഞ്ചി കിളയ്ക്കാൻ പോയിരുന്ന വീട്ടമ്മ രാത്രി ഉറങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. വളർത്തുനായയെ പിടിക്കാൻ പുലി പിന്തുടർന്നപ്പോൾ രക്ഷയ്ക്കായി നായ വീട്ടമ്മയ്ക്ക് അരികിലേക്ക് ഓടിയെത്തുകയും നായയെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ പുലിയുടെ നഖങ്ങൾ കൊണ്ട് കുഞ്ഞമ്മയ്ക്ക് നിസ്സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ ചികിത്സ തേടുകയോ വാക്സിനേഷൻ നടത്തുകയോ ചെയ്തിരുന്നില്ല. കുഞ്ഞമ്മയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച മെഡിക്കൽ കോളേജ് അധികൃതരുടെ അറിയിപ്പ് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം വീട്ടമ്മയ്ക്ക് പേവിഷബാധയേറ്റത് പുലി ആക്രമണത്തിലാണോ നായയിൽ നിന്നാണോ എന്ന് സ്ഥിരീകരണമുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.